പ്രിയമുള്ളവരെ, സിനിമാളിൻ്റെ ഈ ലക്കത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി മുതലമൈച്ചർ സി ജോസഫ് വിജയുടെ അവസാനത്തെ ചിത്രം എന്ന രീതിയിൽ പുറത്തിറങ്ങിയിട്ടുള്ള ജനനായകൻ എന്ന സിനിമയെ സംബന്ധിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചിത്രം കാണാൻ ഞാൻ രണ്ട് കാരണങ്ങളാൽ വൈകി. ഒന്ന്, സിനിമ കഴിഞ്ഞ ജനുവരിയിൽ 2026 ജനുവരിയിൽ പൊങ്കൽ സമയത്ത് റിലീസ് ചെയ്യേണ്ടതായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, സെൻസർ ബോർഡ് വലിയ കോളിളക്കമുണ്ടാക്കിയ രീതിയിൽ സെൻസർ ബോർഡ് ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധിച്ചത്. പിന്നീട് അത് പലതരത്തിലുള്ള കോടതി വ്യവഹാരങ്ങളെല്ലാം കഴിഞ്ഞിപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. റിലീസ് ചെയ്ത സമയത്ത് സാധാരണ രീതിയിൽ ഈ സിനിമ ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ കാണേണ്ടതായിരുന്നു. എന്നാൽ രണ്ട് കാരണങ്ങൾ കൊണ്ട് കണ്ടില്ല. ഒന്ന്, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വിശദീകരിച്ച ക്രിസ്റ്റഫർ നോളൻ്റെ ദ ഒഡീസി എന്ന സിനിമ ഇറങ്ങിയ ഏകദേശം അതിൻ്റെ അടുത്ത ആഴ്ചയോ മറ്റാണ് ഈ സിനിമ ഇറങ്ങിയത്. അപ്പോൾ സിനിമയുടെ ഒരു മഹനീയത, അതൊരു കമ്പോള സിനിമയാണ്, മറ്റുള്ള രീതിയിൽ പല വിമർശനങ്ങളുണ്ടെങ്കിൽ പോലും ഒഡീസി പോലെ വളരെ അർപ്പണബോധത്തോടു കൂടി വളരെ ദീർഘകാലത്തെ ഹോംവർക്ക് ചെയ്ത് ക്രിസ്റ്റഫർ നോളൻ ഇറക്കിയ ഒരു സിനിമയുടെ തുടർച്ചയായി ഇത്തരത്തിലുള്ള ഒരു ചിത്രം കണ്ടാൽ നമുക്ക് തന്നെ അതൊരു സ്വയം ഒരു അപമാനമായി തീരുമെന്ന് കരുതിയിട്ടും, അതോടൊപ്പം തന്നെ ഇന്ത്യ രാജ്യത്ത് ജന്തർ മന്ദറിൽ നടന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം, അതിനെ ഇടത് കക്ഷികൾ അനുകൂലിച്ചു. ചില ഘട്ടങ്ങളിൽ കോൺഗ്രസും അനുകൂലിക്കുന്നുണ്ട്, നേരിട്ടിട്ട് അവിടെ പോയിട്ടില്ലെങ്കിൽ പോലും. ആ ഘട്ടത്തിൽ ഇന്ത്യയിലെ നിരവധി സിനിമാ പ്രവർത്തകർ, സിനിമാ താരങ്ങളും അതുപോലെ തന്നെ മറ്റ് സിനിമാ പ്രവർത്തകരും കേരളത്തിലടക്കമുള്ളവർ ഈ സമരത്തിന് അനുകൂലമായി പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുകയുണ്ടായി. ചില ആളുകൾ, പ്രകാശ് രാജിനെ പോലുള്ള ആളുകൾ അവിടെ നിരവധി ദിവസം പോയി നിരാഹാരത്തിൽ ഒപ്പം പങ്കുകൊണ്ട് അവിടെ തന്നെ സത്യാഗ്രഹമിരുന്നു. പ്രകാശ് രാജാണ് ജനനായകനിലെ ഒരു വില്ലൻ, പല വില്ലന്മാരിലൊരാൾ, അതും ശ്രദ്ധേയമാണ്. പക്ഷേ അക്കാര്യമൊന്നും തന്നെ നമ്മൾ അതിനെ സംബന്ധിച്ചുള്ള ന്യൂസൊന്നും വായിക്കാത്തത് കൊണ്ടോ എന്തോ അറിയില്ല, ഞാനത്ര ശ്രദ്ധിച്ചിരുന്നില്ല. അതോടൊപ്പം മറ്റ് പലരും, നമ്മുടെ മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ളവർ അതിനെ ഏകദേശം അനുകൂലിക്കുന്ന രീതിയിലുള്ള ചില സമീപനങ്ങളെടുത്തു. മോഹൻലാൽ നേരിട്ടല്ല, അദ്ദേഹത്തിൻ്റെ മകൾ അനുകൂലിച്ചപ്പോൾ അതിനനുകൂലിക്കുന്ന രീതി. ഇതെല്ലാം നടന്ന സമയത്ത് ഇപ്പോൾ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ ഏറ്റവും, ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ ഏറ്റവും സമുന്നതമായൊരു സ്ഥാനം, തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനം തന്നെ കൈയാളുന്ന വിജയ് ഈ സമരത്തെ സംബന്ധിച്ച് യാതൊരു അഭിപ്രായവും പറഞ്ഞതായി ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മറ്റാരെങ്കിലും അത് തിരുത്തുകയാണെങ്കിൽ, അതിൻ്റെ മറ്റ് തെളിവുകൾ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. അപ്പോൾ ഇതെനിക്ക് വല്ലാത്തൊരു വിശ്വാസ പ്രതിസന്ധി ഉണ്ടാക്കി. സത്യത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള എനിക്ക് അദ്ദേഹത്തെ അതിന് വേണമെങ്കിൽ അപലപിക്കാമായിരുന്നു, അല്ലെങ്കിൽ അനുകൂലിക്കാമായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക്, തമിഴക വെട്ടിക്കഴകം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ വിജയം ലഭിച്ചു. ഭൂരിപക്ഷം ലഭിച്ചില്ല, അപ്രതീക്ഷിതമായ ഒന്നാം കക്ഷി എന്ന പദവി ലഭിച്ചു. അപ്പോഴും അദ്ദേഹത്തിന് പെട്ടെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് അനുവദിച്ചില്ല ഗവർണർ. കേരളത്തിൻ്റെ ഗവർണർ തന്നെയാണ് അവിടെയും ഗവർണർ, അദ്ദേഹം അനുവദിച്ചില്ല. പിന്നെ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് അനുകൂലിച്ചു, പിന്നീട് CPI CPM ഇടത് കക്ഷികൾ അനുകൂലിച്ചു, വിടുതலை ചിരുതൈകൾ കക്ഷിയും മുസ്ലിം ലീഗും അനുകൂലിച്ചു. അപ്പോൾ ഏകദേശം ഭൂരിപക്ഷമായി അവരെല്ലാം കൂടി ഇപ്പോൾ മന്ത്രിസഭ രൂപീകരിച്ച് അവിടെ ഭരണം തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ ADMKയിലുള്ള കുറേ MP-മാർ, അദ്ദേഹത്തിന് MLA-മാർ അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ വേണ്ടി ശ്രമിച്ചു. അതൊന്നും തന്നെ പ്രാവർത്തികമായിട്ടില്ല. ആ MLA-മാരുടെ പിന്നാലെ, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ വിജയിൻ്റെ പാർട്ടിയോ വിജയോ പോകുന്നതായി തോന്നിക്കുന്നുമില്ല. എന്നാൽ ചില രഹസ്യ നീക്കങ്ങൾ നടക്കുന്നുണ്ടാകാം. ഞാൻ തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ, ഈ രാഷ്ട്രീയത്തിൽ ഇത്രയും വളരെ നിർണായകമായ ഒരു സന്ദർഭത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം എന്തുകൊണ്ടാണ് ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഈ സമരത്തെ, മാത്രമല്ല ഈ സമരത്തിൻ്റെ ഒരു ആധാരമായ നീറ്റ് പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ സമരങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ആശയങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രതിഷേധങ്ങൾ എല്ലാം തന്നെ തമിഴ്നാട്ടിൽ നിന്നാണ് നേരത്തെ ഉയർന്നു വന്നിട്ടുള്ളത്. കാരണം നീറ്റ് പോലെ ഒരു കേന്ദ്രീകൃത പരീക്ഷ എപ്രകാരമാണ് സംസ്ഥാനങ്ങളുടെ അധികാരത്തെ കവർന്നെടുക്കുന്നത്, ഫെഡറൽ ഘടനയ്ക്ക് അത് എന്തുകൊണ്ട് എതിരാണ് എന്ന കാര്യങ്ങൾ, ഇതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ചില പരോക്ഷമായ ചില പരാമർശങ്ങൾ വന്നതല്ലാതെ ഈ സമരത്തെ സംബന്ധിച്ച് ഒന്നും തന്നെ അദ്ദേഹം പറഞ്ഞതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇതെല്ലാം കൊണ്ട് തന്നെ ഇത്
പണം മുടക്കി ഇത്രയും സമയം തിയേറ്ററിൽ പോയിരുന്ന് കാണേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഞാൻ വ്യക്തിപരമായി എത്തിച്ചേർന്നു. അത് ഇനിയിപ്പോൾ അത് ഇവിടെ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഭാഗമായി അതിൻ്റെ പങ്കകളോ അവരുടെ PR കൊട്ടേഷൻകാരോ എനിക്കെതിരായി സൈബർ ആക്രമണം നടത്തുകയാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ ഇപ്പോൾ അത് C5 റിലീസ് ചെയ്തു കഴിഞ്ഞ ദിവസം ഒരു സിനിമാ നിരൂപകൻ എന്നുള്ള രീതിയിൽ ഞാൻ മിക്കവാറും എല്ലാ ചിത്രങ്ങളും കാണാറുള്ളതാണ്. ദുരന്തർ അടക്കം 1-ാം ഭാഗം കണ്ട് 2-ാം ഭാഗം കണ്ടിട്ടില്ല. അത്തരം വളരെ വിഷമഘട്ടങ്ങൾ സിനിമ കാഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുഭവിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇതും ഞാൻ കാണാൻ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മോശമായ ഒരു സിനിമ, പ്രത്യേകിച്ചും വിജയിൻ്റെ മുൻപുള്ള പല ചിത്രങ്ങളും കണ്ടിരിക്കാൻ, പ്രത്യേകിച്ച് പോക്കിരി പോലുള്ള സിനിമകളൊക്കെ അതിൻ്റെ ഒരു വിഷ്വൽ മാജിക് കൊണ്ട്, കാരണം ആ സിനിമയിൽ പ്രത്യേകം ഉള്ള കഥകളോ അല്ലെങ്കിൽ പ്രത്യേകമായി നമ്മളെ വിസ്മയിപ്പിക്കുന്ന എന്തെങ്കിലും ഇതിവൃത്തമൊന്നും ഉള്ള സിനിമയല്ല. പക്ഷേ അതിൻ്റെ സംവിധായകരുടെ മികവ് കൊണ്ട് അതിലെ കൊറിയോഗ്രാഫി, പാട്ടുകൾ, സ്റ്റണ്ട് സീനുകളും ഒക്കെ വളരെ ആകർഷകമായ രീതിയിൽ പോക്കിരി പോലുള്ള സിനിമകൾ ആസ്വദിച്ച ഒരാളാണ് ഞാൻ. കച്ചവട സിനിമ കാണാത്ത ആളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മുഖ്യധാര സിനിമയെ വളരെ സാധാരണ ജനങ്ങൾ കാണുന്ന പോലെ തന്നെ കാണുന്ന ഒരാളാണ്. പക്ഷേ അതിൻ്റെ ഐഡിയോളജിയും മറ്റ് കാര്യങ്ങളും വിമർശിക്കാൻ എൻ്റെ കഴിവിൻ്റെ പരിമിതി വെച്ച് ശ്രമിക്കാറുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സിനിമ, ഇതിൽ നേരത്തെ പറഞ്ഞ പ്രകാശ് രാജ അടക്കമുള്ള നടന്മാർ ഉണ്ട്. പ്രകാശ് രാജ ഒരു പ്രധാന വില്ലനാണ്. അതോടൊപ്പം തന്നെ ബോബി ഡിയോൾ, ഇതിൽ ബോബി ഡിയോൾ ഹിന്ദി സിനിമയിൽ നിന്ന് ബോബി ഡിയോൾ, പിന്നെ പൂജ ഹെഗ്ഡെ, പിന്നെ മലയാളി പുതിയ നടിയായിട്ടുള്ള മലയാളി മമിത ബൈജുവിൻ്റെ വലിയൊരു ക്യാരക്ടർ ഇതിലുണ്ട്. മമിത ബൈജു ഇപ്പോൾ സൂര്യയുടെ വിശ്വനാഥൻ സണ്ണിലും അതുപോലെ തന്നെ നിവിൻ പോളിയുടെ ഓടൊപ്പം ബത്ലഹേം കുടുംബ യൂണിറ്റിലെല്ലാം അഭിനയിച്ച് വലിയ ഒരു തെന്നിന്ത്യൻ താരമായി ഉദിച്ചുയരുകയാണ്. അവർക്കെല്ലാ ആശംസകളും നേരും. പ്രകാശ് രാജ് നമുക്കറിയാം, വില്ലൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ പ്രത്യേകമായ ഒരു അവസ്ഥ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്നൊരു നടനാണ്. ബോബി ഡിയോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈൽ ഉള്ള അതിലാണ് അഭിനയിച്ചിരിക്കുന്നത്. അതിലെ അഭിനയത്തിനെക്കുറിച്ചോ ഒന്നുമല്ല ഇവിടെ പറയുന്നത്. ഇത് ഒരു ട്രോൾ മെറ്റീരിയൽ പോലെ പാകിസ്ഥാൻ ഭീകരന്മാർ, അതുപോലെ തന്നെ ഇസ്ലാമിക് ടെററിസം, അതുപോലെ തമിഴ്നാട് രാഷ്ട്രീയം, അതുപോലെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൂട്ടിക്കുഴച്ചുകൊണ്ടുള്ളൊരു സിനിമയാണ്. യഥാർത്ഥത്തിൽ ട്രോൾ മെറ്റീരിയലാണോ എന്ന് നമുക്ക് തോന്നി നമ്മളതിനെ പരിഹാസ്യമായി കാണുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആഹ്ലാദിക്കാം. പക്ഷേ അങ്ങനെയും കാണാൻ കഴിയുന്നില്ല. ഇതിന് മുൻപൊരു പടം ഞാനത് ട്രോളാണ് എന്ന് പലരും പറഞ്ഞു, പക്ഷേ എനിക്ക് ട്രോളായി തോന്നിയില്ല. മലയാളത്തിലുള്ളൊരു പടം ഭരതനാട്യം, അത് ഞാൻ അതിനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉയർത്തിയ സമയത്ത് ഒരു പിന്നെ ആനുകാലിക പ്രസിദ്ധീകരണത്തിലായിരുന്നു. അതിൻ്റെ വായനക്കാർക്ക് അത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കി. അത് മറ്റൊരു കഥ. അപ്പോൾ അതുപോലെ തന്നെ ഇതും ചിലപ്പോൾ ഇതിൻ്റെ കാഴ്ചക്കാർക്ക് വലിയ അസ്വസ്ഥത ചിലപ്പോൾ ഇത്തരത്തിൽ തുറന്നു പറയുന്നതുകൊണ്ട് ഉണ്ടാക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ ഇത് ഇത്തരത്തിലുള്ളൊരു സിനിമ യഥാർത്ഥത്തിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ ഈ ഒരു സിനിമ കാണിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇത് കാണിക്കുന്നതോടുകൂടി ആളുകൾ വിജയ് പോലത്തെ ഒരു നടന് അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന് അംഗീകരിക്കുന്നത് എന്നുപോലും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ പരിഹാസ്യമായ ഒരു സിനിമ. അതിൻ്റെ ഇതിവൃത്തങ്ങളുടെ അതിൻ്റെ കഥയും അതുപോലെ തന്നെ അതിൻ്റെ അവതരണ രീതിയും അതിലുള്ള ഉള്ളടക്കങ്ങളും എല്ലാം തന്നെ, അതിൽ ഫാസ്റ്റ് എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്. അതിൽ ഇത്തരത്തിലുള്ള ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാൻ നേരത്തെ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും എനിക്ക് ഏറ്റവും തമാശ തോന്നിയ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതിൽ അദ്ദേഹം ഇത് RC വാർ, അതായത് ഇയാൾക്കെതിരായി ഈ തമിഴ്നാട് ഒരേ സമയത്ത് തമിഴ്നാട്ടിലെ വിജയിൻ്റെ കഥാപാത്രം ദളപതി കൊണ്ട്ര എന്നൊക്കെ പേരുള്ളൊരു കഥാപാത്രമാണ്. TVK എന്നതിൻ്റെ ഫുൾ ഫോം ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ അതിൽ ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന് തന്നെ ഭീഷണിയായിട്ടുള്ള ചില ഭീകരർ ആണ് ഇരിക്കുന്നത്. അതിൽ ഈ വിജയ് തന്നെ ഒരേ സമയത്ത് കള്ളനാണ്, അതുപോലെ തന്നെ പോലീസുമാണ്. അതുപോലെ തന്നെ കള്ളനും പോലീസുമായ മറ്റൊരാൾ ഇത്തരത്തിലുള്ള പല കളികളാണ്. അയാളാണ് ഈ പറഞ്ഞ ബോബി ഡിയോളും പ്രകാശ് രാജും ചേർന്നുണ്ടാക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ അവരുടെ വലിയ സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ കാണാറുള്ളത് പോലുള്ള പല സംഭവങ്ങളും ഇവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിന് RC വാർ എന്നാണ് പറയുന്നത്. അതായത് RC വാർ എന്ന് പറയുന്ന സമയത്ത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ യുദ്ധം നടത്തുകയാണ്. റോബോട്ടുകൾ, നായകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം വേറെ രീതിയിൽ ഇതിലേക്ക് കടന്നുകൊണ്ട് അതിനെ തിരിച്ച് പിന്നെ നായകൻ പരാജയപ്പെടുത്തും. നമുക്കറിയാം, അത് നമുക്ക് നേരത്തെ തന്നെ അറിയുന്ന കാര്യമാണ്, അതിൽ പ്രശ്നമില്ല. പക്ഷേ ഇതിൽ ഒരുപക്ഷേ ഈ വിജയിന്
വീണ്ടും ഒരു സിനിമ 70ാമത്തെ സിനിമ എടുക്കുകയാണെങ്കിൽ, കാരണം അങ്ങനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ഞാനിനി സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്ന് പറയുന്നവർ, ഞാനിനി കളി നിർത്തുകയാണെന്ന് പറയുന്ന ക്രിക്കറ്റ് താരങ്ങളൊക്കെ വീണ്ടും കളിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അഭിനയിച്ചേക്കാം, അഭിനയിക്കാതിരിക്കട്ടെ, അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അങ്ങനെ അഭിനയിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ RC വാറിന് പകരം അദ്ദേഹം AI വാർ അടുത്ത പടത്തിൽ കാണിക്കുമോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ AI വാറിനുള്ള ചില സൂചനകൾ ഈ സിനിമയിലുണ്ട്. അതെനിക്ക് വളരെ കൗതുകരമായി തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞു, ട്രോൾ മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ ഈ സിനിമയെ കാണുന്നുണ്ട്. എന്നെ തന്നെ ആഹ്ലാദിപ്പിക്കുന്നതിനുള്ള ചില മാർഗ്ഗങ്ങൾ ഈ സിനിമയിൽ നിന്ന് കണ്ടെത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അങ്ങനെ ഒരു രംഗം അതിൽ കാണാൻ കഴിഞ്ഞത്, ഈ പ്രകാശ് രാജിൻ്റെ വീട്ടിൽ MGRൻ്റെ മക്കൾ തിലകം MGRൻ്റെ ഫോട്ടോയുണ്ട്. കാരണം MGR 2.0 അല്ലെങ്കിൽ 3.0 അതല്ലെങ്കിൽ ജയലളിത 2.0 എന്ന രീതിയിലുള്ളൊരു ഭരണമാണ് യഥാർത്ഥത്തിൽ വിജയ് തമിഴ്നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പ്രാഥമികമായ ചില വിലയിരുത്തൽ. അതിനെ സംബന്ധിച്ച് തമിഴ്നാട് രാഷ്ട്രീയം സംസാരിക്കുന്ന സമയത്ത് കൂടുതൽ തുറന്നു പറയാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാം, അതെന്തുമാവട്ടെ. പക്ഷേ MGRനെ കുറിച്ച് എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്. MGRന് ഒരു ഘട്ടത്തിൽ ഒരു സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലെ സീനിൽ തിരശീലയിൽ MGR അഭിനയിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കത്തി നഷ്ടപ്പെടുകയാണ്. അങ്ങനെ കത്തി നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ, മുൻ സീറ്റിൽ അവിടെ എവിടെയോ ഇരുന്ന ഒരു ആരാധകൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഈ തിരശീലയിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ തിരശീല കീറിപ്പോയി എന്ന രീതിയിലുള്ള ഒരു കൽപ്പിതമാണോ സംഭവം കഥയാണോ എന്ന് നമുക്കറിയില്ല. എപ്പോഴും തമിഴ് സിനിമയിലെ താരാരാധനയെ സംബന്ധിച്ച്, ആ താരാരാധനയിൽ നിന്ന് രൂപപ്പെട്ട തമിഴ് രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെ തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു റിവേഴ്സ് മെത്തഡോളജി എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു റിവേഴ്സ് രംഗം ഈ സിനിമയിലുണ്ട്. ഒരു AI രംഗം, അതായത് പ്രകാശ് രാജിൻ്റെ വീട്ടിലെ കോണിയുടെ സൈഡിലിരിക്കുന്ന ചുമരിലുള്ള MGR മക്കൾ തിലകത്തിൻ്റെ MGRൻ്റെ ചിത്രം ഒരു AI ആയി മാറി, ഫോട്ടോയിൽ നിന്ന് AI മാറി. ആ AIയുടെ പിറകിൽ നിന്നൊരു പാമ്പ് പോലെ ഒരു ചാട്ടവാർ, ഒരു കറുത്ത ചാട്ടവാർ ഈ വിജയിൻ്റെ കഥാപാത്രത്തിന്, നായക കഥാപാത്രത്തിന് കൊടുക്കുകയും ആ ചാട്ടവാർ ഉപയോഗിച്ചുകൊണ്ട് വില്ലന്മാരെ അദ്ദേഹം കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ തമിഴ് പ്രേക്ഷകരെയും തമിഴ്നാട് ജനതയെയും തമിഴ്നാട്ടിന് പുറത്തുള്ള ജനതയെയും ഒരുവിധം കൈകാര്യം ചെയ്ത ഈ ജനനായകൻ എന്ന സിനിമ ഇന്നലെ കണ്ട കാര്യം എല്ലാവരുമായി പങ്കുവയ്ക്കുന്നതിനാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അഭിവാദനങ്ങൾ, ഓണാശംസകൾ.